പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അതാണ് ശരി. യാതൊരു ഉളുപ്പുമില്ലാതെ ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത് ആ കസേരയിൽ കയറിയിരിക്കുന്നത്. അതായത് അന്നത്തെ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ ആ ഒരു സമരത്തിൻ്റെ ബാക്കി പത്രമാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ LPST റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് അതേ CPMകാർ തന്നെയാണ് അവർക്ക് നടന്നു വന്ന് കാല് കഴച്ചു. അപ്പോൾ ഇവരുടെ സമരവേദിയിൽ വന്ന് ഇരുന്നിരിക്കുന്നു. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നിലവിലിപ്പോൾ CPM സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതിഷേധ പരിപാടിയിൽ നിരവധി പ്രവർത്തകരാണ്, അതായത് 14 ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകർ നിലവിലിപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ നിരവധി പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം തന്നെയാണ് LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധ സമരവും ഇവിടെ നടക്കുന്നത്. ഈ സമരവേദിയിലേക്ക് നിലവിലിപ്പോൾ CPM പ്രവർത്തകരെല്ലാവരും തന്നെ എത്തിയിരിക്കുകയാണ്. അതായത് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഒന്നും തന്നെയല്ല എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഈ ഉദ്യോഗാർത്ഥികൾ അവരുടെ സമരവേദിയിലേക്ക് വാടകയ്ക്കെടുത്ത കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിലിപ്പോൾ CPM പ്രവർത്തകർ ഈ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് കണ്ട ഉദ്യോഗാർത്ഥികൾ ഈ കസേരയിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് തരണം, ഞങ്ങൾ വാടകയ്ക്കെടുത്ത കസേരയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ, അതൊന്നും കേൾക്കാതെ, അതൊന്നും മൈൻഡ് ചെയ്യാതെ പ്രവർത്തകർ CPM പ്രവർത്തകരെല്ലാവരും തന്നെ ഉദ്യോഗാർത്ഥികൾ വാടകയ്ക്ക് എടുത്ത ആ ഒരു കസേരയിൽ ഇരിക്കുകയാണ് ചെയ്തത്. ഇതിലെടുത്ത് പറയേണ്ടത് മുൻ സർക്കാരിൻ്റെ കാലത്തും ഈ ഒരു ഉദ്യോഗാർത്ഥികൾ ഈ LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾ സമാനമായ രീതിയിൽ ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങളും സമരവും കുത്തിയിരിപ്പ് സമരങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. അതായത് അന്നത്തെ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ ആ ഒരു സമരത്തിൻ്റെ ബാക്കി പത്രമാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ LPST റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് അതേ CPMകാർ തന്നെയാണ് അവർക്ക് നടന്നു വന്ന് കാല് കഴച്ചു. അപ്പോൾ ഇവരുടെ സമരവേദിയിൽ വന്ന് ഇരുന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾ പറയുന്നതാണ് ഞങ്ങൾ വാടകയ്ക്കെടുത്തതാണ്. എന്നിട്ട് ആ ഒരു വാക്കിനെ പോലും പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് ഈ ഒരു പെരുമാറ്റം നിലവിലിപ്പോൾ ഈ സമരവേദിയിൽ ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉൾപ്പെടെ LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തിയിരുന്നു. അന്ന് ആ സമരം നടത്തുന്ന വേളയിൽ അന്നത്തെ LDF സർക്കാരിന് ഈ ഒരു വിഷയം പരിഹരിച്ചു എങ്കിൽ ഇന്ന് ഈ UDF സർക്കാർ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഈ ഒരു സമയത്താണ്, അതായത് UDF സർക്കാർ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സമരം നടത്തുന്ന വേളയിലാണ് യാതൊരു ഉളുപ്പുമില്ലാതെ, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അതാണ് ശരി, യാതൊരു ഉളുപ്പുമില്ലാതെ ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത് ആ കസേരയിൽ കയറിയിരിക്കുന്നത്. അതും എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് പോലും അതുപോലും വകവയ്ക്കാതെയാണ് ഈ സമരവേദിയിൽ CPMകാരുടെ ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.